ഗാനമേള ഇത്രയും നന്നാവുന്ന ഞാൻ കരുതിയതേ ഇല്ല. എന്ത് അസലായി പാടുന്നുണ്ടയാൾ. ഇവർക്കൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടാത്ത എന്താന്നാ. അതവിടെ നിൽക്കട്ടെ. എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? തകർത്തു മുതലാളി. ഓ, എനിക്ക് മേലാകെ രോമാഞ്ചം വന്നു. അതെ അതെ, അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ ഞാനിരുന്ന് വേർക്കുകയായിരുന്നു. നാണക്കേട്. ആകപ്പാടെ 2 വാചകം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ എന്തായിരുന്നു? വലിയ വലിയ മന്ത്രിമാര് വരെ എഴുതി വായിക്കാ ചെയ്യണേ മോളെ. എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്താ പോരായിരുന്നോ? കഴിവില്ലെങ്കിൽ ഈ ഉദ്ഘാടനവും പ്രസംഗവും ഒക്കെ സ്വയം ഏറ്റുപിടിക്കുന്നത് എന്തിനാ? അതിന്റെ ഒക്കെ പിന്നിൽ അച്ഛന് വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് മോളെ. നോക്കിക്കോ, ഞാൻ ഈ നാട്ടിലൊരു കലക്കും. സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത ആളാ കലക്കാൻ പോണേ. അതുകൊണ്ടാ ഞാനും നീയൊക്കെ ഈ നിലയിലെത്തിയത്. വീടത്താറായി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. നിന്റെ മമ്മിയോട് അമ്പലത്തിൽ പോയെന്ന് മാത്രമേ പറയാവൂ. പാവം, മമ്മിയെ കൂടെ കൊണ്ടുവരാമായിരുന്നു. എന്നിട്ട് വേണം ഞാൻ അവിടെ കിടന്ന് നാറാൻ. അല്ലെങ്കിൽ തന്നെ ആകെ നാറിയില്ലേ? എന്താടാ പറഞ്ഞേ? അല്ല, ഈ സ്റ്റീറിങ്ങിനെ പ്ലേ കൂടുതലാന്ന് പറയാ. മായ അന്ധകാരത്തിൽ ഒന്നും കാണാനാവാതെ പതുമനാഭൻ വിഷമിച്ചു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാറേ ഒന്നിറങ്ങി ഇറങ്ങണേ. അവിടെ ചെല്ലുമ്പോ ദയവ് ചെയ്ത് കൊളാക്കരുതിട്ടോ. അയ്യേ, എന്തായി പറയണേ? എന്നെ വിശ്വസിക്കാം. ഒരാളിങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. വന്നേ. ഇങ്ങനൊരു വിദ്യാഭ്യാസമില്ലാത്ത ഡ്രൈവർ. എന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട എന്റെ കാർത്തിയാനി. ഒന്നും പറയണ്ടെന്നോ? കാര്യം എന്താന്ന് വെച്ചാ പറ. എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില്. ശയനപ്രദക്ഷിണവും പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞപ്പോ നേരെ എത്രയായി. എന്നിട്ട് പ്രസാദം എവിടെ? പ്രസാദം പ്രസാദം എവിടെയാ? പ്രസാദോ? പ്രസാദം നാളെ കാലത്ത് കൃത്യം 9 മണിക്ക്, അതായത് 9:30 വരാന്നാണല്ലോ പറഞ്ഞത്. പ്രസാദല്ല, പ്രസാദം എവിടെയാണ് ചോദിച്ചത്. മറന്നു. ഇതെനിക്ക് പിടിക്കാത്ത. നീ ഒരുത്തി അവനെ ചീറ്റാക്കണേ. പോ എന്റെ ഉമ്മിന് പോയി കാണണ്ട. അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിരുന്ന ഞാനിവിടെ വരത്തില്ലായിരുന്നു. വർഷാപ്പിൽ പോണെന്നല്ലേ നീ അല്ല, അത് പിന്നെ സൊസൈറ്റിയുടെ വാർഷികത്തിന് ഓഡിറ്റോ. അതെ, ഈ വർഷാപ്പരുടെ സൊസൈറ്റിയുടെ വാർഷിക ആയതുകൊണ്ട് വർഷാപ്പൊക്കെ നടപ്പായിരുന്നു. അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചു. ഇല്ലടാ പോട്ടാ. പിന്നെ ഹലോ, ആരാ? ഞാൻ പിള്ളയാണ്. ഏത് പിള്ള? കേസ് പിള്ള. അതെ, അഡ്വക്കേറ്റ് കേസ് പിള്ള. ഓ, നമ്മുടെ പിള്ള. എന്നെ പിള്ളേ? അതെ, വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ വെച്ച് പണിക്കരോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഗാനമേള കഴിഞ്ഞ ഉടനെ മൂപ്പര് സ്ഥലം വിട്ടു. ഞാൻ ചേട്ടന് കൊടുക്കാം. വേണ്ട, നാളെ ക്ലബിന്റെ മീറ്റിംഗിന് വരുന്ന കാര്യം മറക്കരുതെന്ന് പറഞ്ഞാൽ മതി. വൈദ്യമായി കാർത്തികനും എന്താ ഗാനമേളക്ക് വരാതിരുന്നത്? അത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു. ആ, ശരി പറഞ്ഞേക്കാം. അപ്പുകുട്ടാ, എന്താ? ആകെ എത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു? ഒരു 10-15 പാട്ട് പാടി കാണും അല്ലേ സാറേ? പാടിന്ന് പറഞ്ഞ ഇന്ന് അമ്പലത്തിൽ റിക്കാർഡിട്ട കാര്യമാണ് ഇവൻ പറയണേ. ഇന്ന് അമ്പലത്തിൽ വിശേഷമായതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇട്ടു. ഇല്ലടാ പൂട്ടാ? അതെ. KB സുന്ദരാമ്പ, ശീർക്കാഴി ഗോവിന്ദരാജൻ, MS സുബ്ബലക്ഷ്മി, സുശീല. അപ്പൊ ജാനകിയോ? ജാനകി നന്നായിട്ട് പാടും. പിന്നെ കാരിക്കോടിത്താണാലത്ത് കാട്ടിലെ കിളിപ്പെണ്ണി കവിത കേട്ടുണരുന്ന പൂ. മതി കൂടുതൽ കിടന്നുരുളണ്ട. ഗാനമേളയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോയാ നിങ്ങൾക്ക് വലിയ കുറവായി പോകുമല്ലേ? മനുഷ്യ, വന്ന വഴി മറക്കണ്ട. പതുക്കെ പറ കാർത്തിയാനി, അയൽവക്കാര് കേൾക്കും. ഉറക്കെ പറയ്. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഇട്ട്. അത് ശരിയാ. എന്നാലേ ഞാനും സാക്ഷരതാ ക്ലാസ്സിലൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങളെ പോലെ ഞാനും പ്രസംഗിക്കാനൊക്കെ പോകും. എന്റെ അമ്മേ, എന്ത് പറ്റി? വെള്ളം വേണോ? ഒറ്റ വെട്ടുവെച്ചെന്നുണ്ടല്ലോ. ഇൻസ്ട്രുമെന്റ്സിന്റെ വാടക, ഇത് വീടിന്റെ വാടക. ഹോട്ടലിൽ തൽക്കാലം ഇത്രയും കൊടുത്തു നോക്കാം. ബാക്കിതാ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് എന്തോന്ന് ചെയ്യാൻ? ഒരു ഹാഫ് വാങ്ങിക്കാൻ പോലും തകയില്ല. വേണു, കലാകാരന്മാർക്ക് എന്നും ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ളത്. ആറ്റുനോറ്റിരുന്നാണ് ഒരു പ്രോഗ്രാം കിട്ടിയത്. അതിന്റെ കാശാണെങ്കിൽ കടം വീട്ടാൻ പോലും തികയുന്നില്ല. ഇനി അടുത്ത പ്രോഗ്രാം കിട്ടുമ്പോഴേക്കും കടം അത്രയ്ക്ക് ആയിട്ടുണ്ടാവും. ഗതികേട് തന്നെ. ഇന്നെങ്കിലും കോഴി ഇറച്ചി അടിച്ച് സുഖമായിട്ട് ഉറങ്ങണമെന്നൊന്ന് വിചാരിച്ചിരുന്നതാ. 50 രൂപയ്ക്ക് തേങ്ങ കിട്ടും. ഫൈൻ ആർട്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്.
പ്രോഗ്രാം കഴിഞ്ഞിട്ട് നല്ല ശാപ്പാട് തരണല്ലോ ദുഷ്ടന്മാര്. അവസാനം പറഞ്ഞ കാശ് പോലും കുറച്ചു. എന്താ വേണം ആലോചിക്കുന്നേ? അല്ലടാ, ഈ കണക്കിന് നമുക്ക് എന്നാ സ്വന്തമായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാൻ പറ്റുന്നത്? നടക്കുന്ന കാര്യം വല്ലതും പറ വേണു. ഇവിടെ ചെലവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടിരിക്കുമ്പോഴാ ഇൻസ്ട്രുമെന്റ്. ശരിയാ, എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്ന കാശ് കൊണ്ട് ആ വണ്ടി ഓടുന്നു. അടുത്ത പ്രോഗ്രാം ഇതുവരെ ബുക്കിംഗ് ആയിട്ടില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ ട്രൂപ്പ് കിടന്ന് പിടയ്ക്കാനാ. അതൊക്കെ വരും. പിന്നെ 15-ാം തീയതി ആകാശവാണിയിലോ റെക്കോർഡിംഗ് ഉണ്ട്. അന്ന് കുറച്ച് തുട്ട് വീഴും. എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായേ നമുക്ക് പോയി തട്ടുദോശ അടിക്കാം. കാരണം ഒരു കാര്യം നിന്റെ അടുത്ത് വീണ്ടും പറയുകയാണ്. വീട്ടുടമസ്ഥൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വെച്ച് മദ്യപാനം പാടില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പുറത്തു പോയി 1-2 സ്മോൾ കഴിച്ചോണം. വേണ്ട വേണം, അകത്തും വേണ്ട പുറത്തും വേണ്ട. ഞാൻ മദ്യപാനം നിർത്തി, പ്രോമിസ്. കൈവറ. കലാകാരന്മാർക്ക് ഇത് കൂടിയേ കഴിയൂന്നുള്ളത് നമുക്ക് പൊളിക്കണം. ഓക്കെ, റെഡി ആയിക്കോളൂ. കുറെ നേരമായി കൈ നിറയ്ക്കാൻ തുടങ്ങിയിട്ട് ഗ്ലാസ്സിൽ സോഡയും വേണ്ട വെള്ളവും വേണ്ട. സംഗതി കാശും കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ട്, പക്ഷെ ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. ഒരു വീറ്റ് കിട്ടില്ലടോ. അതിനിങ്ങനെ നടന്നാ പോരാ, കുറച്ച് അധ്വാനിക്കണം. അധ്വാനൊക്കെ നിർത്തിയിട്ട് കൊല്ലം കുറെ ആയില്ലേ. ഇനി ഞാൻ പഴയ തൂമ്പ എടുത്ത് കളയ്ക്കണം എന്നാണോ വക്കീൽ പറയണേ? ആ അധ്വാനമല്ല പണിക്കരെ, സിമ്പിളായി പറയാം. കുറെ കാശുണ്ടായിട്ട് കാര്യമായില്ല. നിങ്ങൾ വലിയ കാശുകാരനാണെന്ന് 10 ജനത്തിനെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ യോഗങ്ങളിലും ഞാൻ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉവ്വ അന്ന് ഞാൻ നേരിട്ട് കണ്ടിരുന്നു, പേപ്പർ നിവർത്തി പിടിച്ച് വായിച്ചിരുന്നത്. അത് പിന്നെ നമ്മള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ 2-3 വഴികളുണ്ട്. 1, നിങ്ങളുടെ വ്യവസായങ്ങളെല്ലാം വിപുലമാക്കണം. 2, നിങ്ങളുടെ മകളെ വലിയൊരു പണക്കാരന്റെ മകനെ കൊണ്ട് കെട്ടിക്കണം. കല്യാണക്കാരും പറഞ്ഞതേ ഉള്ളൂ. ദാ വരുന്നു കമലാസം മുതലാളി. മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഞാൻ പുള്ളിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ പണിക്കർ. ഹലോ. വിവരങ്ങളെല്ലാം മിസ്റ്റർ പിള്ള പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് വരാം. എക്സാക്ട് ഡേറ്റ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു പറയും. ഓക്കെ ഓക്കെ. കാണാം. അങ്ങേര് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു. അതൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നമല്ലേ? പണിക്കർക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലെന്നുള്ള വിവരം കമലഹാസൻ അറിഞ്ഞാൽ വിവാഹം മുടങ്ങാൻ അത് ഒരൊറ്റ കാരണം. പിന്നെ എന്നാ പിന്നെ കമലഹാസനും വീട്ടിൽ വരുന്നതിന് മുമ്പ് വെള്ള എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി എങ്ങനെയെങ്കിലും ഒന്ന് തപ്പിത്തരണം. തപ്പിത്തരുമോ? പൂക്കുട്ടൻ, മിസ്റ്റർ പണിക്കരുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആ ഗണപതി വരൂ. വരൂ, ഇരിക്കൂ. കുട്ടനാട്ടിലെ ബോട്ട് സർവീസിനായിട്ട് എനിക്ക് എന്താ കാര്യോ? ബസ് സർവീസ് ഉണ്ട്, കാർ 5-6 ഉണ്ട്, ബെൻസ് ഉണ്ട്, ടയോട്ട ഉണ്ട്, പ്ലിമത്ത് ഉണ്ട്. തനിക്കിതിൽ ഏത് കാറാ വേണ്ടേ? അല്ല, വക്കീൽ സാറോ, കാര്യങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഓക്കെ. പ്രൈവറ്റ് സെക്രട്ടറി കിട്ടി. ഓ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യോഗ്യൻ. 6 മാസം സമയം കൊടുത്താൽ പണിക്കരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാക്കി മാറ്റാൻ കഴിവുള്ളവരാ. എന്നിട്ട് എവിടെ വന്നിട്ടുണ്ട്? ഇയാൾ എവിടെ ഇരുത്തിരിക്കുന്ന പിള്ളേ? എവിടെ എവിടെ എവിടെ? ഇവിടെ ഉണ്ട്. എന്റെ അമ്മ, എന്തത്? ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോടോ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഗണപതി ഡബിൾ എംഎയാണ്. 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. What is your name? तुम्हारा नाम क्या है? उनका पेरना नीकु पेरेमंडी ನಿಮ್ಮ ಹಸುರು ಏನು? കാർദേനി, ശമ്പളത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞു. അതിപ്പോ ഇഷ്ടമുള്ള തന്നാ മതി. അങ്ങേപ്പോലെ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ തരുന്ന ശമ്പളം വളരെ കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വിളിച്ചായിരുന്നോ? ഇതെന്റെ ഭാര്യ കാർത്തിയാനി, ഇതെന്റെ മോള് ലക്ഷ്മി. ഹലോ. മോളെ, ഇത് അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്ന് വെച്ചാൽ എന്താ? അമ്മച്ചി, അമ്മച്ചിയോ? എന്ന് മുതലാ ഞാൻ നിന്റെ അമ്മച്ചി ആയത്? എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി, എനിക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. എങ്ങോട്ടാ? in which class you are studying? ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ്. Very good. മോളെ, അമ്മച്ചിനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, പോട്ടെ വണ്ടി. അങ്ങനെ. അപ്പൊ ഗണപതിക്ക് എന്ന് ചാർജ് എടുക്കാം? 2 ആഴ്ചയ്ക്ക് 2 weeks. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല.
ഞായറാഴ്ച കല്യാണാലോചനയായിട്ട് കമലാസന മുതലാളി വരും. അതിന് മുമ്പ് ചാർജ് എടുക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. അതെ അതെ. ഇതാരാ? ഞാൻ ഇവിടുത്തെ ഒരു തന്നോടല്ലേ ചോദിച്ചത്? ഇതാരാ? എന്റെ ബെൻസിന്റെ ഡ്രൈവർ അപ്പുകുട്ടൻ. പക്ഷെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് മുതലാളിയുടെ അനിയനാണെന്നേ തോന്നുന്നു. എല്ലാരും ഈ കളിയും തമാശയൊന്നും ഇനി മുതൽ ഇവിടെ വേണ്ട. ഞാൻ ചാർജ് എടുക്കാൻ പോവാണ്. ഓ, തനിക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഉണ്ടോ? എനിക്ക് സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക. ഇന്ന് മുതൽ ഈ സ്റ്റൈൽ വേണ്ട. ഓക്കെ, ഒരു പോക്കറ്റ് ഇട. പോക്കറ്റ് ഇട്ടു. ഞാൻ തനിക്ക് ഒരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ. വൈറ്റ് ആൻഡ് വൈറ്റ്. ഓ. നാളെ മുതൽ അതിട്ടാ മതി. ഓക്കെ. മുതലാളിക്കും മാഡം കാർത്തിയാനിക്കും ഞാനൊരു പ്രത്യേകതരം ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇതൊക്കെ പോരെ. അത് വേണം മിസ്റ്റർ പണിക്കർ. എങ്കിലേ സൊസൈറ്റിയിൽ വെയിറ്റ് ഉണ്ടാകും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു.